നിനക്കറിയാമോ ഒരു വിശുദ്ധനാവാൻ നാം എന്തൊക്കെ ചെയ്യണമെന്ന്? നീ എന്താ ചോദിച്ചത്? ഞാൻ ടിവിയിൽ ശ്രദ്ധിക്കുകയായിരുന്നു. ആദ്യം നീ അതൊന്ന് ദയവായി നിർത്തൂ. ശരി, ഇനി നീ ഒന്നും കൂടി ചോദിക്കേ. നന്ദി ജോവാൻ, ഞാൻ അത്ഭുതപ്പെടുകയാണ്. ശരിക്കും ഒരു വ്യക്തിയെ വിശുദ്ധനാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ജിം. അങ്കിൾ ഫ്രാൻസിസ് വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. അത് ശരിയാണ്. പക്ഷെ നിനക്കറിയാമോ ജോവാൻ, നമ്മെ പോലെ ഒരു സാധാരണ വ്യക്തിക്ക് ഒരു വിശുദ്ധനാവാൻ സാധിക്കുമോ? ഇല്ല, അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ. കേട്ടിട്ടുണ്ട്. സിസ്റ്റർ അൽഫോൻസാമ്മ കന്യാസ്ത്രീയായി സാധാരണ ജീവിതം നയിച്ചിരുന്നതെന്നും മരിച്ച് വിശുദ്ധയായി തീർന്ന ഒരു വ്യക്തിയാണെന്നും എനിക്കുറപ്പുണ്ട് ജിം. എങ്ങനെയാണ് ഒരു സാധാരണ ജീവിതത്തിലൂടെ വിശുദ്ധ ജീവിതം നയിക്കാമെന്ന് അൽഫോൻസാമ്മ നമ്മളെ പഠിപ്പിക്കുന്നത്. ഹായ് കുട്ടികളെ. ഹായ് അങ്കിൾ. ഓ, നിങ്ങൾ രണ്ടുപേരും എന്തോ പ്രധാനപ്പെട്ട ചർച്ചയിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ. ഞാനും കൂടെ കൂടട്ടെ? തീർച്ചയായും അങ്കിൾ. ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ്. ഒരു സാധാരണ കന്യാസ്ത്രീയായി ജീവിച്ച അൽഫോൻസാമ്മ വിശുദ്ധയാണെന്ന്. ജീവിച്ചിരുന്നപ്പോൾ അൽഫോൻസാമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായും വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾ സ്ഥാപിച്ചതായും മതത്തിനു വേണ്ടി രക്തസാക്ഷിയായതായും ഒന്നും നാം കേട്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഒരു വിശുദ്ധയായി മാറി? വളരെ നല്ല ചോദ്യമാണ് ജോവാൻ. അൽഫോൻസാമ്മയുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരാം. അത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കാതെ തന്നെ ഒരു സാധാരണ ജീവിതത്തിലൂടെ അൽഫോൻസാമ്മ എങ്ങനെ ഒരു വിശുദ്ധയായി എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അന്നക്കുട്ടി നോക്കൂ. എന്താ ചേട്ടന്മാരെ? ഇതെന്താണെന്ന് നോക്കൂ. ഹായ്, നല്ല പഴുത്ത മാമ്പഴം. എവിടുന്ന് കിട്ടി ഇത്? അതൊരു രഹസ്യമാണ്. ഇതെനിക്കറിയാം. ആ കിണറിന്റെ അടുത്ത് നിൽക്കുന്ന മാവിൽ നിന്നല്ലേ? നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ നിങ്ങൾ മറന്നു, ആ മാവിൽ നിന്ന് മാമ്പഴങ്ങൾ പറിക്കരുതെന്ന് ചെറിയമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇത് ചെയ്തത്? അമ്മ ഇതൊന്നും അറിയാൻ പോകുന്നില്ല. നിനക്ക് വേണോ? വേണ്ട ചേട്ടാ, എനിക്ക് വിശക്കുന്നില്ല. ഇതാ, കുറച്ച് കഴിക്കൂ. നല്ല മധുരമുണ്ട്. അന്നക്കുട്ടി. അയ്യോ പേരമ്മ, വേഗം ഒളിപ്പിക്കൂ, വേഗം. അന്നക്കുട്ടി. വരുന്നു പേരമ്മേ. അന്നക്കുട്ടി, നീ അമ്മയോട് പറയരുത് കേട്ടോ. ഇല്ല, പറയില്ല. എന്താണ്? എന്തു പറ്റി? എല്ലാരും എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഒന്നുമില്ല അമ്മേ. ശരിയാണ്, ഞങ്ങളിന്ന് എവിടെയും പോയിട്ടില്ല. എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇല്ല അമ്മേ, ഞങ്ങൾ പോവല്ലേ. ഇതെന്താണ്? എന്ത്? ഇത് ഞാൻ പറിക്കരുതെന്ന് പറഞ്ഞിരുന്ന മാമ്പഴമല്ലേ? ആരാണ് ഈ മാങ്ങ പറിച്ചത്? പറയൂ. എന്താണൊന്നും മിണ്ടാത്തത്? ആരാണിത് ചെയ്തത്? അന്നക്കുട്ടി, നീയാണോ ചെയ്തത്? അത് ഒന്നും പറയരുത്. അന്നക്കുട്ടി, നീ എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പൊ നീയാണല്ലേ ഇത് ചെയ്തത്? അന്നക്കുട്ടി, നീ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഇത് ചെയ്യരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നതാണ്. അന്നക്കുട്ടി പറയൂ. പറയാൻ. അമ്മേ, ഞങ്ങളോട് ക്ഷമിക്കണം. എന്തിന്? അന്നക്കുട്ടിയല്ല ഇത് ചെയ്തത്. പിന്നെ ആര്? ഞങ്ങളാണ് മാമ്പഴം പറിച്ചത്. അന്നക്കുട്ടിക്ക് ഒന്നും അറിയില്ല. ഞങ്ങളെ ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാണ് അന്നക്കുട്ടി ഒന്നും മിണ്ടാത്തത്. ഓ അന്നക്കുട്ടി, എന്നോട് ക്ഷമിക്ക്. പോട്ടെ മോളെ, സാരമില്ല. മനസ്സിലായി പേരമ്മേ. അവരെല്ലാവരും വളരെ സന്തോഷത്തോടെ ജീവിച്ചു. അന്നക്കുട്ടിയുടെ പേരമ്മ വളരെ സ്നേഹമുള്ളവളും അതുപോലെ തന്നെ വളരെ കർക്കശക്കാരിയുമായിരുന്നു.
അന്നക്കുട്ടി പഠിക്കുവാൻ വളരെ സമർത്ഥയായിരുന്നു. അതിലുപരി അവൾ എല്ലാവരെയും സ്നേഹിക്കുവാനും സഹായിക്കുവാനും എപ്പോഴും തൽപരയായിരുന്നു. അന്ന സ്ഥിരമായി പ്രാർത്ഥനയിൽ സജീവമായിരുന്നു. അവൾ ലിസ്യുവിലെ വിശുദ്ധ തെരേസയിൽ വളരെ ആകൃഷ്ടയുമായിരുന്നു. ഒരു രാത്രി അന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു ദർശനമുണ്ടായി. അന്നക്കുട്ടി, സഹായിക്കൂ, എല്ലാവരെയും സഹായിക്കൂ. വിശുദ്ധ തെരേസയോ? ഞാൻ ഈശോയുടെ കുഞ്ഞാണ്. ഞാൻ മഠത്തിൽ ചേരും, എല്ലാവരെയും സഹായിക്കും. അന്നക്കുട്ടി മഠത്തിൽ ചേരുവാനും ഈശോയ്ക്ക് വേണ്ടി അവളുടെ ജീവിതം സമർപ്പിക്കുവാനും തീരുമാനിച്ചു. പക്ഷേ അവളുടെ പേരമ്മയ്ക്ക് അന്നയെക്കുറിച്ച് വേറെ പ്രതീക്ഷകളായിരുന്നു. അന്നക്കുട്ടിയുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. ഇത്ര നേരത്തെയോ? അല്ല, അവളുടെ പ്രായക്കാരുടെ എല്ലാം വിവാഹം കഴിഞ്ഞിരിക്കുന്നു. അവളെ ഒന്ന് നോക്കിക്കേ, അവൾ വളർന്നങ്ങ് സുന്ദരിയായിരിക്കുന്നു. അല്ല, അത് ശരി തന്നെ. ഇപ്പോൾ തന്നെ അവൾക്ക് ഒത്തിരി ആലോചനകൾ വരുന്നുണ്ട്. ഇനി നമ്മൾ താമസിച്ചുകൂടാ. ശരി, നമുക്ക് അവളോട് സംസാരിക്കാം. അതെ, അവളോട് നാളെ സംസാരിക്കാം. നടക്കൂ. ഇന്നത്തേക്ക് നിന്റെ വിശപ്പൊക്കെ മാറിയില്ലേ? എന്നെ കാത്തിരിക്കുകയായിരുന്നോ? അതെ മോളെ, ഞങ്ങൾക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അന്നക്കുട്ടി, വളരെ നല്ല കാര്യമാണ് കുഞ്ഞെ. നിന്റെ വിവാഹത്തെക്കുറിച്ചാണ്. അത് നല്ല കാര്യമല്ലേ? പക്ഷേ എന്ത് പക്ഷേ? അന്നക്കുട്ടി, ഇത് വളരെ നല്ല ആലോചനയാണ്. അവൻ വളരെ നല്ല കുടുംബത്തിൽ നിന്നാണ്. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുമാണ്. പക്ഷേ എനിക്ക് കന്യാസ്ത്രീയാവണം. കന്യാസ്ത്രീയോ? എനിക്ക് മറ്റുള്ളവരെ സഹായിക്കണം, എന്നെ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കണം. പക്ഷേ മോളെ, നീ ഒന്ന് ആലോചിച്ചേ. ഈ ആലോചന നിന്റെ ഭാഗ്യമാണ്. പേരമ്മേ, എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് പോണം. നിർത്ത്. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ തീർത്ത് പറയുകയാണ്, അടുത്ത മാസം നിന്റെ മനസ്സമ്മതമാണ്. പക്ഷെ പേരമ്മേ. മോളെ, നീ ഇത് സമ്മതിക്കേ. നിന്റെ നല്ലതിനല്ലേ ഇത്. ഞങ്ങൾ പറയുന്നത് നീ ഒന്ന് സമ്മതിക്കും മോളെ. അപ്പാ, എന്നെ ഇങ്ങനെ നിർബന്ധിക്കരുത്. ഞാൻ വിശുദ്ധ തെരേസയെപ്പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അനുവദിക്കൂ അപ്പാ. പക്ഷേ അന്നക്കുട്ടിയുടെ പേരമ്മ അവളുടെ വിവാഹം നടത്താൻ തന്നെ തീരുമാനിച്ചു. അവളാകട്ടെ അവളുടെ ആഗ്രഹത്തിൽ ഉറച്ചുനിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ അങ്ങയുടേതാണ്. വിവാഹത്തേക്കാൾ ഞാൻ മരണം ആഗ്രഹിക്കുന്നു. എന്നെ സഹായിക്കൂ. ദിവസങ്ങൾ കഴിയുന്തോറും അന്നക്കുട്ടിക്ക് മനസ്സിലായി അപ്പന്റെയും പേരമ്മയുടെയും മനസ്സ് മാറ്റുവാൻ പ്രയാസമാണെന്ന്. അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുവാൻ തീരുമാനിച്ചു. അന്നക്കുട്ടി, എന്റെ മോളെ, നീ എന്തിനിത് ചെയ്തു? എങ്ങനെയുണ്ട് മോളെ നിനക്ക്? എനിക്ക് കുഴപ്പമില്ല. മോളെ, കാലനക്കരുത്. നീ ആ തീയിൽ ചാടി നിന്റെ കാല് ശരിക്കും പൊള്ളിയിരിക്കുകയാണ് കുഞ്ഞെ. വേദനയുണ്ടോ? ഇല്ല പേരമ്മേ, എനിക്കൊന്നുമില്ല. നീ ഞങ്ങളോട് ക്ഷമിക്ക്. ഇനി കല്യാണ കാര്യം ഞങ്ങൾ പറയുന്നില്ല. അതെ, നിന്നെ മടത്തി ചേർക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണ്. നിന്റെ ആഗ്രഹം നടക്കട്ടെ. അതെ മോളെ. നന്ദി അപ്പാ. 1927 ഒരു പെന്തക്കുസ്താ ദിനത്തിൽ അന്നക്കുട്ടി ഭരണങ്ങാനത്തെ ക്ലാരമഠത്തിൽ ചേർന്നു. ഞങ്ങൾ പോട്ടെ മോളെ, വിഷമിക്കണ്ട. ഞങ്ങൾ ഇവളെ നന്നായി നോക്കിക്കോളാം. എന്റെ ദൈവമേ, അങ്ങേക്ക് വളരെ നന്ദി. ഇനി ഒരിക്കലും എന്നെ നിന്നിൽ നിന്ന് അകറ്റരുതേ. 1928 അന്നക്കുട്ടി സഭാവസ്ത്രം സ്വീകരിക്കുകയും അൽഫോൻസ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. 1930 അൽഫോൻസായുടെ ആദ്യ വ്രതവാഗ്ദാനം നടന്നു. പരിശുദ്ധാത്മാവേ, എന്നിൽ വരൂ. സിസ്റ്റർ, ഇപ്പോൾ നിങ്ങളുടെ പഠനം പൂർത്തിയായിരിക്കുന്നു. ഇനി കുട്ടികളെ പഠിപ്പിക്കാനായി വാകക്കാട് എന്ന സ്ഥലത്തേക്ക് പോകണം. നന്ദി മദർ. കുഞ്ഞുങ്ങളോടുള്ള എന്റെ സ്നേഹം മദറിന് അറിയാമല്ലോ. അൽഫോൻസ അവളുടെ ജോലിയിൽ വളരെ സന്തോഷവതിയായിരുന്നു. കുഞ്ഞുങ്ങളെ അവൾ അത്യധികം സ്നേഹിച്ചു. കുട്ടികൾക്കും അവരുടെ ടീച്ചറിനെ വളരെ ഇഷ്ടമായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ സിസ്റ്റർ. നന്ദി കുട്ടികളെ. പക്ഷേ ആ സന്തോഷം അധിക നാൾ നീണ്ടു നിന്നില്ല.
ഈ കാലയളവിൽ അവൾ പെട്ടെന്ന് രോഗബാധിതയാവുകയും കിടപ്പിലാവുകയും ചെയ്തു. അൽഫോൻസയ്ക്ക് ഒട്ടും സുഖമില്ല. ഭരണജ്ഞാനത്തേക്ക് തന്നെ തിരിച്ചയക്കുന്നതാണ് നല്ലത്. നമുക്ക് കുറച്ച് ദിവസം കൂടി നോക്കാം. നാളെ മുതൽ സിസ്റ്ററിന് വേണ്ടി ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ നൊവേന നമുക്ക് ആരംഭിക്കാം. ശരിയാണ്, ഒരു അത്ഭുതം സംഭവിക്കട്ടെ. എങ്ങനെയുണ്ട് സിസ്റ്റർ? അവർ നൊവേന ആരംഭിച്ചതിന്റെ 9-ാം നാൾ അൽഫോൻസ അത്ഭുതകരമായി സുഖപ്പെട്ടു. ഞാൻ സുഖപ്പെട്ടിരിക്കുന്നു. സിസ്റ്ററിന്റെ അസുഖം മാറിയോ? അതെ, എനിക്ക് സുഖമായി. അത്ഭുതം തന്നെ. അതെ, നന്ദി ദൈവമേ. ഏലിയാസ് അച്ഛൻ എന്റെ അടുക്കൽ വന്നു. അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചു. ആ ദിവസം അൽഫോൻസ പൂർണ്ണമായും സുഖപ്പെട്ടെങ്കിലും അത് അവരുടെ സഹനത്തിന്റെ തുടക്കം മാത്രമായിരുന്നു. 1936 ഓഗസ്റ്റ് 12-ന് അൽഫോൻസ നിത്യവ്രത വാഗ്ദാനം നടത്തി. അതിനുശേഷം അൽഫോൻസ ഭരണജ്ഞാനത്ത് തിരിച്ചെത്തി. മിണ്ടിപ്പോകരുത്, മിണ്ടിയാൽ മിണ്ടിപ്പോകരുത്. ഞാൻ പറഞ്ഞു മിണ്ടരുതെന്ന്. നീ മിണ്ടിയാൽ ഞാൻ നിന്നെ കൊന്നുകളയും. ഈ സംഭവം അൽഫോൻസായെ മാനസികമായി തളർത്തുകയും അവൾ വീണ്ടും രോഗബാധിതയാവുകയും ചെയ്തു. ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പക്ഷേ ഇതൊന്നും അവളുടെ വിശ്വാസത്തെ ഒട്ടും തളർത്തിയില്ല. രോഗത്താൽ ക്ഷീണിതയായിരുന്നുവെങ്കിലും വളരെയധികം ആളുകൾ അവരുടെ സങ്കടങ്ങൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥന ആവശ്യപ്പെടുവാനും എത്തിയിരുന്നു. സിസ്റ്റർ, എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന്. എൻ്റെ മകൻ ഒരു ദുർനടപ്പുകാരനായിപ്പോയി. അവൻ കുടിച്ച് വീട്ടിൽ വന്ന് ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കുന്നത് ഒരു ശീലമാണ്. ഒരു സമാധാനവുമില്ല സിസ്റ്റർ. അപ്പോൾ അവൻ ഇങ്ങനെ പെരുമാറുമ്പോൾ നിങ്ങൾ സാധാരണ എന്താ ചെയ്യുന്നേ? ഞാൻ എന്ത് ചെയ്യാനാ സിസ്റ്റർ? അവനെ ഞാൻ വഴക്ക് പറയും. ചിലപ്പോൾ കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും കൊണ്ട് അവനെ ഞാൻ അടിക്കും. അതാ എൻ്റെ കുഴപ്പം. ശ്രദ്ധിക്കൂ, അതുകൊണ്ട് അവൻ നന്നാകുമെന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. അവനെ വഴക്കു പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഈശോയോട് പ്രാർത്ഥിക്കൂ. എനിക്ക് ഉറപ്പുണ്ട് അവൻ സഹായിക്കും. നന്ദി സിസ്റ്റർ. സിസ്റ്റർ പറയുന്നത് പോലെ ചെയ്യാം. ഞാൻ ഇന്നു മുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പൊയ്ക്കോളൂ, എല്ലാം ശരിയാകും. ദൈവം അനുഗ്രഹിക്കട്ടെ. സിസ്റ്റർ, 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 എനിക്ക് ഒരു കാര്യം. എന്താണ്? എന്തു പറ്റി? സിസ്റ്റർ, ഒരു കുഴപ്പവുമില്ല സിസ്റ്റർ. എല്ലാം ശരിയായിരിക്കുന്നു സിസ്റ്റർ. എന്ത് സംഭവിച്ചു? എൻ്റെ മകൻ മദ്യപാനം നിർത്തി. ഇതൊരു വലിയ അത്ഭുതമാണ് സിസ്റ്റർ. എനിക്ക് വളരെ സമാധാനമായി. നന്ദി ഈശോയെ. വളരെ നന്ദിയുണ്ട് സിസ്റ്റർ. ഓ, ഒന്നും പറ്റിയില്ലല്ലോ സിസ്റ്റർ? ഞാനാണ് സിസ്റ്റർ. എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? സുഖം തന്നെ സിസ്റ്റർ. എനിക്ക് സിസ്റ്ററിനോട് സംസാരിക്കാനുണ്ട്. എന്താണ്? എനിക്ക് അത്ഭുതം തോന്നുന്നു. എന്താണ്, പറയൂ. വളരെയധികം വേദനയുള്ളപ്പോൾ പോലും സിസ്റ്ററിന് ഇത്ര നന്നായി പുഞ്ചിരിക്കാൻ എങ്ങനെ സാധിക്കുന്നു? ഇരിക്കൂ സിസ്റ്റർ, ഞാൻ പറയാം. നാം നമ്മുടെ ജീവിതത്തെ ഒരു ഗോതമ്പ് മണിയായി സങ്കല്പിക്കൂ. അതിൽ നിന്നൊരു ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണം. അതുപോലെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചപ്പോൾ ഒരു പുതിയ ജീവിതം ഈശോ നമുക്ക് നൽകി. സഹനമില്ലാതെ വിശ്വാസമില്ല. നാം മുന്തിരി പിഴിഞ്ഞ് മുന്തിരിച്ചാർ എടുക്കുന്നത് പോലെ. ഇതൊരു മനോഹരമായ ചിന്തയാണ്. അതുകൊണ്ട് ഞാൻ ഒരുക്കമാണ്. എൻ്റെ ഈശോയ്ക്ക് വേണ്ടി എല്ലാ വേദനകളും ഏറ്റെടുക്കുവാനും സഹിക്കുവാനും ഞാൻ തയ്യാറാണ്. സിസ്റ്റർ, ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ ഈ വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല.
അടുത്ത ദിവസങ്ങളിൽ തന്നെ അൽഫോൻസ ക്ഷയരോഗബാധിതയാവുകയും അവൾ രോഗശയ്യയിലാവുകയും ചെയ്തു. ഇത് ക്ഷയരോഗമാണ്. ഇത് എല്ലാവർക്കും പകരുന്നതാണ്. സിസ്റ്ററിനെ പ്രത്യേകം മാറ്റി താമസിപ്പിച്ചാലോ മദർ? പേടിക്കണ്ട സിസ്റ്റർ, ദൈവം അൽഫോൻസായെ കൈവിടില്ല. ഹേയ് വരൂ. വേണ്ട, നിക്ക്. നോക്കൂ, സിസ്റ്റർ ഉറങ്ങുകയാണ്. നമ്മളപ്പോ ഈ റോസാപ്പൂ എന്ത് ചെയ്യും? സിസ്റ്ററിന് കൊടുക്കണ്ടേ? മിണ്ടല്ലേ. നമുക്ക് ഈ പൂവ് ഇവിടെ വെച്ചിട്ട് വേഗം പോകാം. വരൂ, നമുക്ക് പോകാം. ഹേയ് കുഞ്ഞുങ്ങളെ, ആ ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. എന്നെ കാണാൻ വന്നതാണോ? അതെ, പക്ഷേ സിസ്റ്ററിന് അസുഖമാണെന്നറിയില്ലായിരുന്നു. ഓ, അത് കുഴപ്പമില്ല. ഓ, ഇത് നല്ല പൂവാണല്ലോ. ഇതെനിക്കാ? അതെ സിസ്റ്റർ. ഓ, വളരെ നന്ദി. സിസ്റ്റർ, ഞങ്ങൾ സിസ്റ്ററിന് നന്ദി പറയാൻ വന്നതാണ്. അതെ, സിസ്റ്റർ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഈ കഴിഞ്ഞ പരീക്ഷയിൽ ഞങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയത്. അതെ, സിസ്റ്റർ പ്രാർത്ഥിച്ചത് കൊണ്ട് ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവർക്കും നല്ല മാർക്കുണ്ട്. ഈശോ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു കുഞ്ഞുങ്ങളെ. അടുത്ത പരീക്ഷയിലും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. നന്ദി സിസ്റ്റർ. സിസ്റ്ററിന്റെ അസുഖം മാറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം കേട്ടോ. ശരി കുഞ്ഞുങ്ങളെ, പോയി നന്നായി പഠിക്കൂ. തീർച്ചയായും സിസ്റ്റർ. ഈശോയെ, ഞാൻ നിന്നോടൊന്ന് ആവശ്യപ്പെടുന്നു. മറ്റുള്ളവരെന്നെ വേദനയിൽ കാണുമ്പോൾ അവർക്ക് സഹതാപമാണ് തോന്നുന്നത്. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ വേദനയിൽ ഞാനും നീയും മാത്രം മതി. ദയവായി എൻ്റെ വേദനകൾ എനിക്ക് രാത്രിയിൽ മാത്രം തരണേ. ഞാൻ അതൊക്കെ നിനക്ക് വേണ്ടി സഹിച്ചുകൊള്ളാം. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു സിസ്റ്റർ. പക്ഷേ സിസ്റ്റർ, രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നിട്ടും സിസ്റ്ററിന് എങ്ങനെ ഇപ്പോൾ ജോലി ചെയ്യാൻ സാധിക്കുന്നു? വിഷമിക്കേണ്ട സിസ്റ്റർ, എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ ചെയ്തു കൊള്ളാം. പക്ഷേ എങ്ങനെ സിസ്റ്റർ ഈ വേദനകളൊക്കെ സഹിക്കുന്നു? ഞാൻ സഹിക്കുകയല്ല സിസ്റ്റർ, ഞാൻ ഇത് ശരിക്കും ഇഷ്ടപ്പെടുന്നു. ഈശോയോട് ചേർന്ന് ആ വേദനയിൽ പങ്കുചേരുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു സിസ്റ്റർ. എനിക്ക് സങ്കടമില്ല, സന്തോഷമേ ഉള്ളൂ. സിസ്റ്റർ, നിങ്ങൾ അറിഞ്ഞോ? എന്താ പറ്റിയത്? കാളശ്ശേരി പിതാവിന് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് മലേറിയ രോഗം പിടിപെട്ടു. അത് കഷ്ടമായിപ്പോയി. അദ്ദേഹം ഇനി എന്ത് ചെയ്യും? സിസ്റ്റർ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈശോയെ, ബിഷപ്പിന്റെ രോഗം മാറ്റി അങ്ങ് അതെനിക്ക് തരണമേ. അദ്ദേഹത്തിന് ചെയ്തു തീർക്കാൻ വളരെയധികം ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷേ എന്റെ കാര്യം അങ്ങനെയല്ല. മദർ ഇത് കണ്ടോ? അതെ, സിസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിക്കരുത്. മോളെ അൽഫോൻസ, ഞാൻ നിന്റെ ഈ പ്രവൃത്തിയിൽ അഭിമാനിക്കുന്നു. ബിഷപ്പിന് പകരം ആ രോഗം തനിക്ക് ലഭിക്കാനാണ് സിസ്റ്റർ പ്രാർത്ഥിച്ചത്. അങ്ങനെ പറയരുത് സിസ്റ്റർ. അൽഫോൻസയ്ക്ക് ഒരു വലിയ ഹൃദയമുണ്ട്. ഈശോ അവളെ കാണുന്നുണ്ട്. ദൈവം അൽഫോൻസായുടെ പ്രാർത്ഥന കേട്ടു. കുറച്ചു ദിവസത്തിനുള്ളിൽ ബിഷപ്പ് സുഖപ്പെടുകയും അൽഫോൻസായ്ക്ക് മലേറിയ രോഗം ബാധിക്കുകയും ചെയ്തു. പക്ഷേ സിസ്റ്ററിന്റെ രോഗം വളരെ ഗുരുതരമായിരുന്നു. ഇതറിഞ്ഞ ഭരണങ്ങാനം പള്ളിയിലെ വികാരി ഫാദർ കുരുവിള പാലത്തോട്ടം സിസ്റ്ററിനെ സന്ദർശിച്ചു. എങ്ങനെയുണ്ട് സിസ്റ്റർ? ഞാൻ തയ്യാറാവുകയാണ് അച്ചോ. നാളെ നടക്കാൻ പോകുന്ന ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. സിസ്റ്റർ, ഒരുപാട് യുദ്ധങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. സിസ്റ്റർ എല്ലാം ചെയ്തു തീർക്കും. പക്ഷേ ഫാദർ കുരുവിളയ്ക്ക് ഒരിക്കലും മനസ്സിലായില്ല സിസ്റ്റർ തന്റെ മരണത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്ന്. അടുത്ത ദിവസം 1946 ജൂലൈ 28 അൽഫോൻസ ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പോൾ അൽഫോൻസായ്ക്ക് 36 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അൽഫോൻസായുടെ മരണം ജനങ്ങളുടെ ഇടയിൽ ഒട്ടും ശ്രദ്ധിക്കപ്പെട്ടില്ല. ശവസംസ്കാര കർമ്മങ്ങൾ വളരെ ലളിതമായാണ് നടന്നത്. എന്നാൽ അവൾ വളരെയധികം സ്നേഹിച്ചിരുന്ന കുഞ്ഞുങ്ങൾക്ക് അൽഫോൻസാമ്മയോട് പ്രാർത്ഥിച്ചതുമൂലം ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചു തുടങ്ങി. അൽഫോൻസാമ്മയുടെ കുഴിമാടത്തിലേക്കാണോ? അതെ, പരീക്ഷയിൽ നന്നായി എഴുതാൻ സഹായിച്ചതിന് ഞാൻ അൽഫോൻസാമ്മയോട് നന്ദി പറയാൻ പോകുകയാണ്. നന്നായി. നിനക്ക് എന്താണ് പറയാനുള്ളത്?
എൻ്റെ അമ്മയുടെ അസുഖം മാറ്റിയതിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഓ അതെയോ? ഈ മതിൽ ചാടാൻ എന്നെയും കൂടി സഹായിക്കുമോ? തീർച്ചയായും. ഇതാ എൻ്റെ കയ്യിൽ പിടിച്ചുകൊള്ളൂ. ആ, ശരി, വളരെ നന്ദി. അപ്പുറത്തേക്ക് ചാടിക്കോളൂ. നോക്കൂ, അവിടെ ഒത്തിരി കുട്ടികളുണ്ടല്ലോ. അവരെല്ലാം അമ്മയുടെ അനുഗ്രഹം നേടിയവരാണ്. വരൂ. അൽഫോൻസായുടെ മരണശേഷം വളരെയധികം അത്ഭുതങ്ങൾ ലഭിച്ചു തുടങ്ങി. വിശുദ്ധരെ എങ്ങനെയാണ് ഈശോ സ്നേഹിക്കുന്നുവെന്നും വിശുദ്ധർ എങ്ങനെയാണ് ഈശോയെ സ്നേഹിച്ചുവെന്നും അത്ഭുതങ്ങൾ തെളിയിച്ചു. അൽഫോൻസാമ വഴി നടന്ന അത്ഭുതങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു ഒഴുക്കുത്തോട്ടിലെ ഷാജി എന്ന കുട്ടിയുടെ രോഗശാന്തി. ഡോക്ടർ, എങ്ങനെയുണ്ട് ഡോക്ടർ? ഈ കുട്ടിയുടെ കാൽ ജന്മനാ വളഞ്ഞതാണല്ലോ. അതെ ഡോക്ടർ. ഞങ്ങൾ ഒത്തിരി ചികിത്സകൾ ചെയ്തു, പക്ഷെ ഒന്നും ഫലിക്കുന്നില്ല ഡോക്ടർ. ഞങ്ങളെ ദയവായി സഹായിക്കൂ ഡോക്ടർ. നീ വിഷമിക്കാതെ, എല്ലാം ശരിയാകും. ഈ കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സഹോദര. ഓ അയ്യോ ഡോക്ടർ, ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ പ്രാർത്ഥിക്കൂ. സർവശക്തനായ ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. ചികിത്സകളൊന്നും ഫലിക്കാതെ വന്നപ്പോൾ ഷാജിയുടെ മാതാപിതാക്കൾ അവനെ അൽഫോൻസാമയുടെ ശവകുടീരത്തിൽ കൊണ്ടുചെന്ന് പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചു. അവർ ഭരണങ്ങാനത്ത് അൽഫോൻസാമയുടെ ശവകുടീരത്തിൽ ചെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഒരു ദിവസം വൈകുന്നേരം പ്രാർത്ഥന കഴിഞ്ഞ നേരം, ആമേൻ ആമേൻ. വരൂ, നമുക്ക് പോകാം. അവനെ എഴുന്നേൽക്കാനൊന്ന് സഹായിക്കൂ. എഴുന്നേക്കുമോനെ. അപ്പാ, നിൽക്കൂ നിൽക്കൂ. എന്തു പറ്റി? ഷാജി, വേദനയുണ്ടോ മോനെ? ഇല്ല, എൻ്റെ കാല് ശരിയായി. ഏ, നിന്റെ കാല് സുഖപ്പെട്ടോ? അതെ, കാല് രണ്ടും സുഖപ്പെട്ടിരിക്കുന്നു. എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ കാല് ശരിയായി. ഇത് അത്ഭുതം തന്നെ. ആ ദിവസം മുതൽ ഷാജിക്ക് എല്ലാ കുട്ടികളെയും പോലെ ഓടുവാനും നടക്കുവാനും സാധിച്ചു. അൽഫോൻസാമയുടെ ശവകുടീരത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അത്ഭുതങ്ങളും രോഗശാന്തിയും ലഭിക്കുന്നത് പതിവായി. സിസ്റ്റർ അൽഫോൻസാമയുടെ പേരും പ്രശസ്തിയും ലോകത്തെല്ലായിടത്തും വ്യാപിച്ചു. വിശുദ്ധയുടെ പേരിൽ സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, ബിസിനസ് സംരംഭങ്ങൾ എന്നിവ ആരംഭിച്ചു തുടങ്ങി. സിസ്റ്റർ അൽഫോൻസാമ്മ ജനിച്ചു വളർന്ന ആർപ്പൂക്കരയിലെ ഭവനം അനേകായിരം ഭക്തരെ ആകർഷിച്ചു തുടങ്ങി. ഇപ്പോൾ ഈ ഭവനം അൽഫോൻസ ഭവൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത്ര നല്ലൊരു കഥ പറഞ്ഞു തന്നതിന് നന്ദി അങ്കിൾ. വളരെ നന്ദി അങ്കിൾ. ഞങ്ങൾ തീർച്ചയായും അൽഫോൻസാമയെ അനുകരിക്കാൻ ശ്രമിക്കും. മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ കാണുക, കുറവുകളെ അവഗണിക്കുക, നല്ല വാക്കുകൾ പറയുക, ഓരോ വാക്കും ഈശോയുടെ സ്നേഹം കൊണ്ട് അളന്ന് സംസാരിക്കുക. വളരെ നല്ല കുട്ടികളെ, എല്ലാ ദിവസവും ഇത് ചെയ്യുവാൻ ശ്രമിക്കണം. എങ്കിലും പോകട്ടെ. ഗുഡ് ബൈ. ശരി അങ്കിൾ.